ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വമുണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ധ്യാന ചിന്തയ്ക്കായി പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന വചനം യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 2-ാമത്തെ വാക്യം. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധിക ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. കർത്താവ് ഇന്ന് പകൽക്കാലം ജനവുമായി സംസാരിക്കുവാൻ എൻ്റെ ഹൃദയത്തിൽ തന്ന ചിന്ത, അധിക ഫലം കായ്ക്കുവാൻ പിതാവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു എന്നുള്ളത്. അധിക ഫലം കായ്ക്കണമെങ്കിൽ ക്രിസ്തുവിനോട് ചേർന്ന് വസിക്കണം. ക്രിസ്തുവിനോട് ചേർന്ന് വസിക്കുക എന്നത് ഒരു മുന്തിരിയോട് കൊമ്പ് ചേർന്നിരിക്കുന്നത് പോലെ ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഫലം കായ്ക്കേണ്ട 3 മേഖലകളെ കുറിച്ച് ഈ പകൽക്കാലം ഇതിനോട് ബന്ധപ്പെട്ട് ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. 1, തെറ്റായ ഫലം കായ്ക്കുന്നു. അത് യെശയ്യാപ്രവചനം 5-ാം അധ്യായം 1 മുതലുള്ള വാക്യത്തിൽ കാണുന്നതാണ്. അവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: ഞാൻ എൻ്റെ പ്രിയതമന് അവൻ്റെ ഒരു മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് എൻ്റെ പ്രിയന് പാട്ടുപാടും. എൻ്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായ കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. അവൻ അതിന് വേലി കെട്ടി അതിൻ്റെ കല്ല് പുരക്കിക്കളഞ്ഞു. അതിൽ നല്ല വക മുന്തിരി വള്ളി നട്ടു. നടുവിൽ ഒരു ഗോപുരം പണിതു, ഒരു ചക്കുമിട്ടു. മുന്തിരിങ്ങ കായ്ക്കുമെന്ന് അവൻ കാത്തിരുന്നു. കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ അത്രേ. അപ്പോൾ ഒരു മനുഷ്യൻ വളരെ പ്രതീക്ഷയോടെ ചെയ്ത കുറെ കാര്യങ്ങൾ. നല്ല മുന്തിരി വള്ളിയാണ് നട്ടത്, പക്ഷേ കായ്ച്ചത് കാട്ടുമുന്തിരി. എന്ന് വെച്ചാൽ തെറ്റായ ഫലം കായ്ച്ചു. ഇവിടെ ഫലം കായ്ക്കുന്നുണ്ട്, അത് വളരെ ഫലവുമായിരിക്കാം, പക്ഷേ തെറ്റായ ഫലമാണ് യജമാനന് കൊടുത്തത്. അതിൻ്റെ അർത്ഥം പ്രതീക്ഷിച്ചതല്ല ലഭിച്ചത്, പ്രതീക്ഷയ്ക്ക് വിപരീതമായത് ലഭിച്ചു. ഒന്നുകൂടെ പറഞ്ഞാൽ, കർത്താവ് നമ്മെ കർത്താവിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി വിളിച്ചതാണ്. ഈ ലോകത്തിൽ വെളിച്ചമായി, ഉപ്പായി കർത്താവ് തൻ്റെ വചനം നമ്മിലൂടെ ലോകത്തിന് കൊടുക്കുവാൻ ആഗ്രഹിച്ച് അനേകരെ ദൈവത്തിലേക്ക് നമ്മിലൂടെ നടത്തുവാൻ ആഗ്രഹിച്ച് നമുക്ക് നന്മകൾ തന്ന്, അനുഗ്രഹങ്ങൾ തന്ന് വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവം നമുക്ക് സാമ്പത്തികമായ, ബൗദ്ധികപരമായ, ആത്മീയപരമായ അനുഗ്രഹങ്ങളെ തരുമ്പോൾ ദൈവത്തിന് അതിലൂടെ ഒരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ ഇങ്ങനെയാണ്: അനേകരെ ദൈവത്തിനു വേണ്ടി നേടുവാൻ, ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവരോട് പറയുവാൻ. യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ പിതാവ് മഹത്വപ്പെടും. അപ്പം യഥാർത്ഥമായ ഫലം കായ്ക്കുമ്പോൾ പിതാവ് മഹത്വപ്പെടുക നമ്മിൽ. അപ്പം ആ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു യജമാനൻ, പക്ഷെ കായ്ക്കുന്നത് വിരുദ്ധമായ ഫലം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ദൈവത്തിന് ഇഷ്ടമല്ലാത്തത് നമ്മിലൂടെ പുറത്തു വരും. ഇതിന് ഒരു ഉദാഹരണം പറഞ്ഞാൽ, ശീതകാലത്ത് പ്രവാചകന്മാർ ആഹാരമുണ്ടാക്കും. അതിനകത്തേക്ക് ഒരു മനുഷ്യൻ കൊണ്ടുവന്ന്
ചീര നല്ല ഇലയായിട്ടോ എന്ന് വിചാരിച്ച് ഇട്ടത്. പക്ഷേങ്കിൽ അല്പം കഴിഞ്ഞപ്പോൾ മനസ്സിലായത് അത് വിഷമായിരുന്നു. അപ്പോൾ കണ്ടാൽ നല്ല ഫലം പോലെ ഇരിക്കും, നല്ല മുന്തിരി പോലെ, പക്ഷെ കഴിച്ചാൽ അത് വിഷമായിരിക്കും, അല്ലെങ്കിൽ ഗുണത്തേക്കാൾ ദോഷം ചെയ്യുന്നത്. അപ്പോൾ ദൈവസഭയ്ക്കകത്തും ദൈവജനത്തിൻ്റെ ഇടയിൽ സ്തോത്രം, നമ്മൾ കർത്താവ് തന്നെ പറഞ്ഞ വാക്കാണ് സ്തോത്രം, ആട്ടിൻ തോൽ ധരിച്ച ചെന്നായി. കണ്ടാൽ ആടാണ്, പക്ഷേ പ്രവൃത്തി കൊണ്ട് ചെന്നായി. അതുകൊണ്ട് യേശു അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, ഫലം കൊണ്ട് വൃക്ഷത്തെ തിരിച്ചറിയും. അപ്പോൾ കാട്ടുമുന്തിരിങ്ങ എന്നുള്ളത് സ്തോത്രം ഫലം കായ്ച്ചു എന്നതിൽ യാഥാർത്ഥ്യമില്ല. കാട്ടുമുന്തിരിങ്ങ കായ്ച്ചാൽ ദൈവം ചെയ്യുന്നത് അവിടെ എഴുതിയിട്ടുണ്ട് സ്തോത്രം, അതിൻ്റെ വേലി പൊളിച്ചു കളയും, മതിൽ ഇടിച്ചു കളഞ്ഞ് അത് ചവിട്ടി മിതിച്ചു പോകും. അപ്പോൾ കാട്ടുമുന്തിരിങ്ങ കായ്ച്ചാൽ അത് ദൈവം തന്നെ അതിനെ നശിപ്പിച്ചു കളയും എന്നുള്ളത് നമ്മളിവിടെ കാണും. രണ്ടാമത്തെ ഒരു മേഖല സ്തോത്രം, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 13-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യം. അവിടെ ഫലം കായ്ച്ചില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഫലം കായ്ച്ചില്ല എന്നുള്ളത് കൊണ്ട് ആ യജമാനൻ അതിനെ നശിപ്പിക്കുന്നില്ല, പകരം ഒരവസരം കൂടെ കൊടുക്കുക, ഒരു വർഷം കൂടെ കൊടുക്കുന്നുണ്ട്. സ്തോത്രം, ആ അത്തിക്ക് ഒരു വർഷം കൂടെ സമയം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫലം കായ്ക്കുവാൻ വേണ്ടി ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. സ്തോത്രം, ഒരു വർഷം കൂടി കൊടുക്കും, പെട്ടെന്ന് നശിപ്പിച്ചു കളയുന്നത്. നമ്മൾ മൂന്നാമത്തെ ചിന്തയാണല്ലോ സ്തോത്രം ഇവിടെ നമ്മൾ വായിച്ചത്, ഫലം കായ്ക്കുന്നവർക്ക് വേണ്ടിയുള്ള ചിന്ത. ഇവിടെ നോക്കണം, സാധാരണമായ ഫലം കായ്ക്കുന്നുണ്ട്, പക്ഷേ അതുകൊണ്ടല്ല കാര്യം, അധിക ഫലം. പ്രൈസ് ദി ലോർഡ്. ദൈവജനത്തിൽ മറ്റൊരു ഭാഗത്തൊരു ഉപമയിലൂടെ നമ്മൾ കാണുന്നുണ്ട്. ഒരു മനുഷ്യൻ പരദേശത്തിലേക്ക് പോകുന്നു. 3 വ്യക്തികളുടെ കയ്യിൽ 5 താലന്ത്, 2 താലന്ത്, 1 താലന്ത് കൊടുക്കും. കുറെ നാൾ കഴിഞ്ഞിട്ട് ഈ മനുഷ്യൻ മടങ്ങി വരും. അവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്, 5 താലന്ത് ലഭിച്ചവൻ 5 കൂടെ നേടി യജമാനന്റെ കയ്യിൽ കൊടുക്കും. 2 കിട്ടിയവൻ 2 കൂടെ നേടി യജമാനന് കൊടുക്കുന്നു. 1 കിട്ടിയവൻ ഒന്നും നേടാതെ അത് കുഴിച്ചിടും. 1 ഒന്നും നേടാതെ കുഴിച്ചിടുന്നവനോട് അവിശ്വസ്തനായ ദാസനെ എന്ന പദം ഉപയോഗിക്കുകയും അവനെ ഏറ്റവും ഇരുട്ടുള്ള സ്തോത്രം ആ അന്ധകാര സ്ഥലത്തേക്ക് അവനെ തള്ളിയിടുകയും ചെയ്യുന്ന ഒരു യജമാനെ കാണാം. നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഹല്ലേലൂയ സ്തോത്രം, യജമാനൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് അധിക ഫലത്തിനു വേണ്ടിയാണ്. അധികം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നമ്മൾ വചനഭാഗത്ത് വായിച്ചത് ഇങ്ങനെയാണ് സ്തോത്രം, അധിക ഫലം കായ്ക്കാൻ ചെയ്യുന്നത് ചെത്തി വെടിപ്പാക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ചെത്തുക എന്നുള്ളതും വെട്ടുക എന്നുള്ളതും രണ്ടും രണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വെട്ടിക്കളയുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ആകുകയല്ല, ചെത്തി വെടിപ്പാക്കി അധിക ഫലം കായ്ക്കുവാൻ നമ്മുടെയായി തീരട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവജനത്തിൽ അനേക ആളുകളെ ഈ ചെത്തി വെടിപ്പാക്കിയവരെ നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരും. യഥാർത്ഥമായും പൗലോസ് എന്ന അതികായകനായ ഒരു മനുഷ്യനെ ബൈബിളിൽ കാണാം. സ്തോത്രം. തൻ്റെ ജീവിതത്തിൽ സ്തോത്രം താൻ അനുഭവിച്ച ഒരു കഷ്ടതയെക്കുറിച്ച് സ്തോത്രം പൗലോസ് 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട്. പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അധികം നിഗളിച്ചു പോകാതിരിക്കുവാൻ എനിക്ക് ജഡത്തിലൊരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ച് പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താൻ്റെ ദൂതനെ തന്നെ.
അപ്പോൾ പൗലോസ് ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, വെളിപ്പാടുകളുടെ ആധിക്യം നിമിത്തം ഞാൻ നിഗളിച്ചു പോകാതിരിക്കാൻ. അപ്പം ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഞാൻ ഇവിടത്ത് പറയാം. സ്തോത്രം. പൗലോസ് വെളിപ്പാടുകളുടെ ആധിക്യമുണ്ടായിരുന്ന ഒരു മനുഷ്യന്, അധിക വെളിപ്പാടുണ്ടായിരുന്ന ഒരു മനുഷ്യന്, ദർശനങ്ങളുടെ പുരുഷനെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പലയിടങ്ങളിലും കാണുന്നുണ്ട്. അനേക ദർശനങ്ങൾ കണ്ട മനുഷ്യന്. സ്തോത്രം. മക്കതോന്യ ദർശനം, സ്തോത്രം. കൊരിന്ത്യ സഭയെക്കുറിച്ചുള്ള ദർശനം, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ദർശനങ്ങളിൽ ചെന്ന് സഭ സ്ഥാപിച്ച മനുഷ്യന്. ഈ ദർശനങ്ങളെല്ലാം തനിക്ക് ലഭിക്കാൻ കാരണം ഈ സാത്താൻ്റെ ദൂതൻ എന്ന പദം ഇവിടെ ഉപയോഗിക്കുന്നത് തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ച ഒരു പ്രതിസന്ധിയാണ്. അപ്പോൾ ചെത്തി വെളിപ്പാക്കുന്ന ഒരനുഭവം. അപ്പോൾ അധിക വെളിപ്പാടുകൾ ലഭിക്കുമ്പോൾ, അധിക കൃപാവരങ്ങളിൽ ജ്വലിക്കപ്പെടുമ്പോൾ, സ്തോത്രം, അധികമായി ദൈവസന്നിധിയിൽ ശോഭിക്കപ്പെടുവാൻ, സ്തോത്രം, ചില ഇടങ്ങളിലൊക്കെ ചെത്തലുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഹല്ലേലൂയ അനുഭവിക്കേണ്ടതായിട്ട് വരും എന്നുള്ളത് നാം മനസ്സിലാക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയ്ക്കായിട്ട് ഞാൻ ജനത്തിനു വേണ്ടി ഹല്ലേലൂയ സ്തോത്രം ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ മക്കളെ, ഈ പകൽക്കാലം നമുക്ക് ദൈവമുമ്പാകെ പ്രാർത്ഥിക്കാം. സ്തോത്രം. ഫലം, ഹല്ലേലൂയ, അധിക ഫലം എന്നുള്ളതാണ് യജമാനൻ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഫലം ഇല്ലാത്തത് ദൈവം ഹല്ലേലൂയ വീണ്ടും ഫലം കായ്ക്കുവാൻ തക്കവണ്ണം, സ്തോത്രം, ഒരു ട്രീറ്റ്മെന്റിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു അവസരം കൊണ്ടുവരാം. എന്ന് വെച്ചാൽ ഒരു വശം കൂടെ ഒക്കെ തരാം. സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ തെറ്റായ ഫലം കായ്ക്കുവാണെങ്കിൽ, സ്തോത്രം, അതിന് പിന്നീട് ഹല്ലേലൂയ ഒരവസരമല്ല, നശിപ്പിച്ചു കളയുക എന്നുള്ളത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം തെറ്റായ ഫലം കായ്ക്കുന്നതാണ് ഏറ്റവും അപകടകാരി. എന്നാൽ ഫലം കായ്ക്കുന്നത് കായ്ച്ചില്ലെങ്കിൽ ഒരവസരം കൂടെ ഒക്കെ ദൈവം തന്നേക്കാം. എന്നാൽ സ്തോത്രം, ദൈവത്തിൻ്റെ ആഗ്രഹം എന്നുള്ളത് അധിക ഫലം കായ്ക്കുക എന്നുള്ളതാണ്. സ്തോത്രം. അപ്പോൾ ഒരു ചെത്തൽ അധിക ഫലത്തിനു വേണ്ടി ഉണ്ടാകും എന്നുള്ളത് നമ്മുടെ അറിവായിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. അധിക ഫലം കായ്ക്കുന്നവരൊക്കെ ഈ ചെത്തലിലൂടെ ഹല്ലേലൂയ ഈ ഹല്ലേലൂയ സ്തോത്രം ഇറങ്ങിപ്പോയിട്ടുണ്ട് എന്നുള്ളതും നമ്മുടെ ശ്വാസ ജീവിതത്തിൻ്റെ ഹല്ലേലൂയ സ്തോത്രം മുന്നോട്ടുള്ള ഗമനത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവേ, ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിൻ്റെ തുടക്കങ്ങളിൽ കർത്താവേ ഹല്ലേലൂയ അങ്ങയുടെ അടുക്കലേക്ക് ഞങ്ങൾ അടുത്തു വരുമ്പോൾ അങ്ങ് ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഹല്ലേലൂയ അങ്ങയോട് ചേർന്ന് വസിച്ച് അധിക ഫലം കായ്ക്കുവാൻ വേണ്ടിയാണല്ലോ. എന്നാൽ സ്തോത്രം, ഹല്ലേലൂയ, ഇന്ന് ഞങ്ങൾ കേട്ടത് ഹല്ലേലൂയ തെറ്റായ ഫലം കായ്ച്ചാൽ കർത്താവേ ഹല്ലേലൂയ അങ്ങ് അതിനെ നശിപ്പിച്ചു കളയുമെന്നും, എന്നാൽ ഫലരഹിതമായൊരു ജീവിതത്തിന് ഒരവസരം കൂടെ കൊടുത്ത് ഫലം കായ്ക്കുവാൻ ഒരു കാത്തിരിപ്പുണ്ടെന്നും, എന്നാൽ അവിടെ ആ ഫലം കായ്ക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നും കർത്താവേ സ്തോത്രം, അധിക ഫലമാണ് അങ്ങ് ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്നും ഞങ്ങളെ ചിന്തിപ്പിച്ചത് ഓർത്തു സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ ഹല്ലേലൂയ ചെത്തലിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവേ സ്തോത്രം, ഞങ്ങൾ പിറുപിറുത്ത് പിന്മാറുന്നവരായിട്ടല്ല ചെത്തലിലൂടെ കടന്നു പോകുന്നത്, അധിക ഫലത്തിനു വേണ്ടി ദൈവം ചെയ്യുന്ന സ്തോത്രം ഹല്ലേലൂയ ഒരനുഗ്രഹം എന്ന് മനസ്സിലാക്കി കർത്താവേ അങ്ങയോട് ചേർന്നിരുന്ന് ഹല്ലേലൂയ പിതാവ് മഹത്വപ്പെടുന്ന വളരെ ഫലം കായ്ക്കുന്ന അനുഭവം ഞങ്ങൾ ഉണ്ടാകുവാൻ ഇടയാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പകൽക്കാലം വചനം കേട്ട ജനങ്ങളുടെ ജനത്തെ ആ മേഖലയിൽ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. അധിക ഫലം കായ്ച്ച് അങ്ങയ്ക്ക് പ്രയോജനമുള്ള കർത്താവ് ശിഷ്യന്മാരായി, പിതാവിന് മഹത്വമുണ്ടാക്കുന്ന ശിഷ്യന്മാരായി തീരുവാൻ ഈ വചനചിന്ത ഇടയാക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങയ്ക്ക്. ഞങ്ങൾക്കായി ജീവൻ വെച്ച ക്രിസ്തുയേശുവിൻ ധന്യമുള്ള നാമത്തിൽ പ്രാർത്ഥന ദയവായി ശ്രവിക്കണേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം ദൈവജനം തരട്ടെ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.